മകരവിളക്ക് മഹോത്സവം ജില്ലയിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. ADM ഷൈജു പി ജേക്കബിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സർപ്രൈസ് ഉണ്ടേ. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. ഏതെത്ര പോരാ? 5 grams. എത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട ജില്ലയിൽ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി ADM ഷൈജു പി ജേക്കബിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. വാഹനാപകടം, ഗതാഗത തടസ്സം എന്നിവ ഒഴിവാക്കുന്നതിനായി ഓരോ ജംഗ്ഷനിലും കൂടുതൽ പോലീസ് സേനാ അംഗങ്ങളെ നിയോഗിക്കും. പുല്ലുമേട് ഭാഗത്ത് ഭക്തരുടെ സുരക്ഷയ്ക്കായി കൂടുതൽ പോലീസുകാരെ വിന്യസിക്കുകയും ചെയ്യും. ഇതോടൊപ്പം സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യും. മകരവിളക്ക് ഡ്യൂട്ടിക്കായി എത്തുന്ന വിവിധ വകുപ്പുകളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനായി പാർക്കിംഗ് ഏരിയ പ്രത്യേകം തിരിച്ച് ലഭ്യമാക്കും. കുമളി കോഴിക്കാനം റൂട്ടിൽ രാവിലെ 6 മുതൽ വൈകിട്ട് 4 വരെ മകരവിളക്ക് ദിവസം 60 KSRTC ബസ്സുകൾ തീർത്ഥാടകർക്കായി സർവീസ് നടത്തും. 10 ബസ്സുകൾ തീർത്ഥാടകരുടെ തിരക്ക് അനുസരിച്ച് ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 5 കേന്ദ്രങ്ങളിൽ അഗ്നിരക്ഷാ സേനയെ വിന്യസിക്കുകയും ചെയ്യും. തീർത്ഥാടകർക്ക് കുടിവെള്ള ആവശ്യത്തിനായി പുല്ലുമേട് കാനനപാതയിൽ 1 കിലോമീറ്റർ ഇടവിട്ട് 500 മുതൽ 1000 ലിറ്റർ ശേഷിയുള്ള വാട്ടർ ടാങ്കുകൾ കുടിവെള്ളം സംഭരിച്ച് തീർത്ഥാടകർക്ക് വിതരണം ചെയ്യുകയും ചെയ്യും. കൂടാതെ പാഞ്ചാലിമേട്ടിലും പരുന്തുംപാറയിലും കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തും. പുല്ലുമേട് മെഡിക്കൽ ക്യാമ്പ് ആരംഭിക്കുകയും കഴുതക്കുഴിയിൽ മെഡിക്കൽ ടീമിന്റെ ആവശ്യകത ഉണ്ടെങ്കിൽ അഡീഷണലായി ഒരു ടീമിനെ നിലനിർത്തുകയും ചെയ്യും. ഓരോ പോയിന്റുകളിലും ആംബുലൻസ് സൗകര്യം ഏർപ്പെടുത്താനും യോഗം തീരുമാനിച്ചു. ആയുർവേദ, ഹോമിയോ വകുപ്പുകളുടെ മെഡിക്കൽ ടീമുകളെയും സജ്ജമാക്കും. മോട്ടോർ വാഹനം, എക്സൈസ്, ലീഗൽ മെട്രോളജി, ഭക്ഷ്യസുരക്ഷ, ശുചിത്വ മിഷൻ തുടങ്ങിയ വകുപ്പുകളുടെ പരിശോധന ശക്തമാക്കാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട്. യോഗത്തിൽ ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു, KM, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.